ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ലേസി ആയിട്ടുള്ളതെന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു സാരി ഡ്രേപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ എന്നാൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗ് ആണ്. ആദ്യം തന്നെ നമ്മൾ സാരി നോർമലി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ വലത്ത് സൈഡിൽ ടക്കിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ ചുറ്റും നന്നായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ട സമയത്ത് ഒരു കമൻറ്റ് വന്നായിരുന്നു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും നിങ്ങളുടെ ബെല്ലി ബട്ടൺ ഹൈഡ് ചെയ്യുന്നത്, അത് ഹൈഡ് ചെയ്യാതെ ഇരുന്നൂടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാരി പിന്നെ അതായത് അണ്ടർ സ്കേർട്ട് ഉയർത്തി നിങ്ങളുടെ ഏകദേശം ഒരു നെഞ്ചിൻ്റെ അവിടെ ഇട്ടിട്ട് വീഡിയോ ചെയ്തുകൂടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം, നിങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്യാതിരുന്നൂടെ എന്നാണ്. അപ്പം ബാക്ക് ടു സാരി ഡ്രേപ്പിംഗ്. നമ്മൾ പല്ലു ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് വെക്കുക. ഇതിപ്പം കൃത്യമായിട്ട് അളവെടുക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പിടിച്ചിടുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ലു ജസ്റ്റ് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. പല്ലു ഇപ്പം നമ്മൾ പിൻ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരളവ് എടുത്ത് നമ്മൾ ഷോൾഡറിലേക്ക് ഒന്ന് റഫായിട്ട് ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പല്ലു മെഷർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇനി നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുക ചെയ്യുന്നത്. പല്ലു നമ്മൾ ബോഡിയുടെ ചുറ്റിലും ചുറ്റിയിട്ടല്ല ഇട്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ജസ്റ്റ് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ്, ഞാൻ ചെറിയ പ്ലീറ്റ്സാണ് എടുത്തത്, അപ്പം നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ വലത്തേ സൈഡിലാണ് ടക്കിൻ ചെയ്യുന്നത്. സാധാരണ ടക്കിൻ ചെയ്യുന്നവരെ നടുക്കല്ല, വലത്തേ സൈഡിലേക്കാണ് ടക്കിൻ ചെയ്യുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സാരി ഡ്രേപ്പ് ചെയ്ത് വന്നപ്പം എനിക്ക് തോന്നി ഓപ്പൺ പല്ലു ആയിരിക്കും കുറച്ചും കൂടി ഒരു സ്റ്റൈലിന് ആപ്റ്റ് ആയിരിക്കുകയെന്ന്. അതുകൊണ്ട് പല്ലു ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പല്ലു ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വലത്തെ സൈഡിൽ കൂടെ പുറകിൽ നിന്ന് ആ പല്ലുയുടെ പോർഷൻ മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇത് നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ടും ഇടാതെയും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു റഫ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഈ സാരി ഡ്രേപ്പിംഗ് എങ്ങനെ ഉണ്ടാവണമെന്ന് കാണണം തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് സാരി ഒരു ഹാൻഡ്സ് ഫ്രീ സ്റ്റൈലിലേക്ക് ഇട്ടപ്പം അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പെട്ടെന്നൊരു പാർട്ടി വെയറിനൊക്കെ പറ്റിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സാരി ഡ്രേപ്പിംഗ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സാരിയുടെ കളറും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്കൈ ബ്ലൂ ആണ്. അത് തന്നെ ആ സ്കൈ ബ്ലൂവും വൈറ്റ് ബ്ലൗസും കൂടെ മാച്ചായി വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ട് ഒരു റിസൾട്ട് വന്നു. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് താഴെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാരി ഡ്രേപ്പിംഗ് സ്പെസിഫിക്കലി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതേതാണെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.